സ്നേഹമുണ്ട്. ഇലക്ഷനിൽ മത്സരിക്കുന്ന അനുഗ്രഹം ഇല്ല. BJP ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മരുമകൻ തോൽക്കുന്നതല്ല, BJP ജയിക്കണം. അവിടെ 7-8 സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അതിൽ BJP സ്ഥാനാർത്ഥി ജയിക്കണം. BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജനെ പലർക്കും പരിചയമുണ്ടാകും. ഇത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, മരുമകൻ ആണ്. ഇദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി പാലക്കാട് നഗരസഭയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ BJPയുടെ വലിയ നേതാവാണ്. ഇപ്പോൾ മരുമകനും ആണ്. ഇപ്പോൾ ഈ അനുഗ്രഹം തടി വന്നാണോ? അല്ല, ഞാൻ ഇന്നിപ്പോൾ സത്യത്തിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫാദറിലോന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. രാഷ്ട്രീയപരമായിട്ട് പല ആശയവ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് കോയിൻ ടു സൈഡ്, ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡ് ഫാമിലിപരമായിട്ട് നല്ല സ്നേഹം തന്നെയാണ്. മനസ്സിലിപ്പോഴും അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകും. രാഷ്ട്രീയപരമായിട്ട് അവരുടെ കൂടി ഉണ്ടാകും. ഇന്നും നമ്മളോട് നിൽക്കുന്ന ഞങ്ങളുടെ ചങ്ക് എന്നെയാണ് നിങ്ങൾ പറയുന്ന പോലെ എല്ലാം കൊണ്ടും. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ അവസരത്തിൽ നമുക്കിപ്പോൾ ജനങ്ങളെ സേവിക്കാൻ കൗൺസിലർ ആകണമെന്നൊന്നുമില്ല. അല്ലെങ്കിലും ഞങ്ങളെല്ലാം അവിടെ ധാരാളം ചെയ്യുന്നുണ്ട്. ജയിച്ചാലും ഇല്ലെങ്കിലും ആ സേവനങ്ങൾ തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കും. അനുഗ്രഹമുണ്ടോ മരുമകന്? സ്നേഹമുണ്ട്. ഇലക്ഷനിൽ മത്സരിക്കുന്ന അനുഗ്രഹം ഇല്ല. എല്ലാവരും സ്നേഹമുണ്ട്. അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഞാൻ അവിടെ ഇറങ്ങും, വോട്ട് ചോദിക്കാൻ പോകും, അതെല്ലാം ചെയ്യും. വ്യക്തിവിരോധമില്ല. അപ്പോൾ മരുമകൻ തോക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. BJP ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മരുമകൻ തോൽക്കുന്നതല്ല, BJP ജയിക്കണം. അവിടെ 7-8 സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അതിൽ BJP സ്ഥാനാർത്ഥി ജയിക്കണം. ഇപ്പോൾ ഈ ഇതിന് മുൻപും മത്സരിച്ചിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ മുമ്പ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വാർഡ് നമ്പർ 35 നിന്നിരുന്നു. ഇത് രണ്ടാം പ്രാവശ്യമാണ്. ഇപ്രാവശ്യം നിൽക്കുന്നത് NCPയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് രാമസ്വാമി ഏട്ടൻ, മുൻ ചെയർമാൻ, ഒരു കറപ്ഷനും ഇല്ലാത്തൊരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ആദ്യം CPM ആയിരുന്നു താങ്കൾ? CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ വിശ്വാസി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നത്തിലല്ല, സ്വതന്ത്ര ചിഹ്നത്തിലാണ് അന്ന് മത്സരിച്ചത്. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയായ NCPയിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത്ര വലിയൊരു BJP നേതാവ് ആണല്ലോ താങ്കൾ. അപ്പോൾ ഈ കല്യാണം കഴിക്കുമ്പോഴും ഇടതുപക്ഷ വിശ്വാസം അറിയുമായിരുന്നോ? അറിയായിരുന്നു. ഇത് ഒരു കുടുംബത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അത് നിൽക്കുന്ന കൊണ്ട് അത് എൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് നല്ല കുടുംബം നോക്കും, നല്ല ആളെ നോക്കും. ഇതാണല്ലോ നോക്കുക. അല്ലാതെ അതാരൊന്നും നോക്കാറില്ലല്ലോ. രാഷ്ട്രീയം നോക്കാറുണ്ടായിരിക്കില്ല. എന്നാൽ ഇവിടെ കല്യാണം നടക്കില്ല, അതൊന്നുമില്ല. അത് അയാളുടെ രാഷ്ട്രീയം അയാൾക്ക്, എൻ്റെ രാഷ്ട്രീയം എനിക്ക്. മകൾക്ക് രാഷ്ട്രീയമുണ്ട്, ഇവർ അമ്മയ്ക്ക് രാഷ്ട്രീയമുണ്ട്. അവരമ്മക്ക് കറ കളഞ്ഞ കോൺഗ്രസ്സുകാരിയാണ് ഒരമ്മ. മകൾ കറ കളഞ്ഞ BJPക്കാരിയാണ്. പിന്നെ പേരക്കുട്ടികളുണ്ട്, ഒക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അത് ഞാൻ രാഷ്ട്രീയത്തിൽ ഒരാളെ കൊണ്ട് അവരവരെ ഇഷ്ടപ്പെടും. ഇപ്പം മകനുണ്ട് BJP വർക്കറാണ്. കുറേ ആളുകളെ BJP കൊണ്ടുവന്നൊരു നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ മരുമാനെ കൊണ്ടുവരുന്നത് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ പോയില്ല. അതെല്ലാം ഓരോരുത്തർ വ്യക്തിപരമായ വിശ്വാസം. അപ്പം അതുകൊണ്ട് എനിക്ക് BJPയിൽ നല്ല സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, CPM എല്ലാം. പക്ഷെ അത് എനിക്ക് ജനിച്ച കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളൊരു വിശ്വാസം അതിന് മരിക്കുന്നവരെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അച്ഛന് ഈ BJP പോലുള്ളൊരു പ്രത്യയശാസ്ത്രം തിരിച്ചു കൊണ്ടുവരാനൊരു ആഗ്രഹമുണ്ടോ? വരില്ല. അത് അവരുടെയൊക്കെ ബ്ലഡിൽ അലിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതൊന്നും ഇനി മാറില്ല. അതിലൊന്നും നമ്മളൊരാളെ വ്യക്തിപരമായിട്ട് അങ്ങനെയൊക്കെ വരുമോ എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിൽ സീറ്റ് കലകമൊന്നുമില്ല, എളുപ്പമായി. ഈ ഇടതുപക്ഷത്തിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളേ ഇല്ല. ഇവിടെ സ്ഥാനാർത്ഥികളില്ല. പാലക്കാട് നടത്തി ഇടതുപക്ഷ കടലാസ് പൊലിയാണ്, സ്ഥാനാർത്ഥികളില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടാകുക? പാലക്കാട് നഗരത്തിൽ ഏറ്റവും വലിയ പാർട്ടി BJP, 10 വർഷമായി ഭരിക്കുന്ന പാർട്ടി BJP. CPM 2-3 ഇടതുപക്ഷത്തിന് അവിടെ ആകെ എത്ര സീറ്റിൽ നിങ്ങൾക്കറിയാലേ? 3-4. വായുതോട് സംസാരിക്കാൻ പോലും ഒരാളില്ല. ഇതിനുള്ള മറുപടി നമുക്ക് 13-ാം തീയതി കാണാം. നമുക്ക് ആത്മവിശ്വാസം
നല്ലതാണ്. ഇവരുടെ നേതാവിനെ പോലെ അഹങ്കാരം നല്ലതല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസം നല്ലതാണ്, ഞങ്ങൾ ജയിക്കുമെന്നൊക്കെ പറയാം. ഈ അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ അതൊക്കെ വെറുതെ തോന്നുന്നുണ്ട്. 2 മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇവരെവിടെ കിടക്കുന്നു, ഇടതുപക്ഷം എവിടെ കിടക്കുന്നു? ആ കൂടെ 2 മുനിസിപ്പാലിറ്റിയിലുള്ളൂ, പാലക്കാടും പന്തളവും. ബാക്കി എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്ര കോർപ്പറേഷൻ ഉണ്ട്? അതിലെല്ലാം ഇടതുപക്ഷം തന്നെയല്ലേ ഉള്ളൂ. ഒരു പാലക്കാട് വെച്ചാണ് ഇത്രയും വലിയ വീരവാദം. അതെ, ഒരു കേരളം വെച്ചാണോ വെച്ചിട്ടല്ലേ പിണറായി വിജയൻ ഇത്രയും കളി കളിക്കുന്നത്. കേരളം വിട്ട് അപ്പുറത്ത് ബീഹാറിൽ എത്ര സീറ്റ്? 1, തമിഴ്നാട്ടിൽ 1, കർണാടകത്തിൽ 0, ബാക്കി 19 സംസ്ഥാനങ്ങൾ 3-0. ഇത് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ ഈ അച്ഛൻ്റെ പാർട്ടിക്കാർ വലിയ അടിയാണ് ഈ വാർഡിൽ ഉൾപ്പെടെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ, അതിൽ നമ്മൾ ഇടപെടാറ് പോലുമില്ല. ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസവും ആ ജനങ്ങളെ സേവിക്കുന്ന ഞങ്ങളുടെ സർക്കാർ ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഇവരെ പോലെ അവിടെ അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോലും ഞങ്ങൾ ഇതിന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവരിപ്പോൾ അത് ചെയ്തു ഇത് ചെയ്തൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളോട് ഇടപഴകുക, അവർ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവർക്ക് ജനങ്ങൾക്ക് പറഞ്ഞ് അത് മനസ്സിലാക്കി വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മീഡിയ വൺ എന്താ പറയുക? മീഡിയ വൺ ഞങ്ങൾ ഇവിടെ തല്ല്. ആരെ തല്ലി? ആരും തല്ലുന്നില്ല. ആര് തല്ലി? നിങ്ങളാരും തല്ലിയോ? നിങ്ങളാകെ 12 പത്രപ്രവർത്തകരുണ്ട്. 6 യൂണിയനുകൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കണം. 12 പേര് പത്രപ്രവർത്തകർ. നിങ്ങളേതാ പറയണത്? അല്ല, ഇനിമേൽ എവിടെ ഇത് ഉപയോഗിക്കാം? മീഡിയ വണ്ണിനെ BJP തകരുന്നതാണ് ആഗ്രഹം. അത് നടക്കില്ല മോനെ. മീഡിയ വൺ തകരും. എന്തായാലും ഈ മരുമകനും അച്ഛനുമാണ്. അവർ ശക്തമായ രാഷ്ട്രീയം പറയുമ്പോഴും കുടുംബമായി തന്നെ വലിയ നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.